നമസ്കാരം. നാം ഏവരും ക്ഷേത്രങ്ങളിൽ പോകുന്നു. ക്ഷേത്രങ്ങളിൽ ഇന്ന് ആചാരങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആചാരമെന്ന് കേട്ടാൽ തന്നെ ഇന്ന് ഏതോ ഒരു പഴഞ്ചൻ വാക്കാണ്. അതിനെ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ മനസ്സിലാക്കണം എന്നറിയില്ല. ആചാരമെന്ന് പറഞ്ഞാൽ ദൈവീകമാണ്. ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുകയാണ് നാം. കാരണം സമൂഹ മനസ്സ് നമ്മളെ അങ്ങനെ ചിന്തിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ, ചലച്ചിത്രങ്ങളിലൂടെ, പലതരം ഡിസ്കഷനിലൂടെ അങ്ങനെ നമ്മുടെ മനസ്സിനെ, സമൂഹ മനസ്സിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആചാരം എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് ചിന്തിച്ച് നോക്കുക. SOP ഇന്ന് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഇല്ലെങ്കിൽ കോർപ്പറേറ്റിലും SOP നിങ്ങളെങ്ങനെ നടക്കണം, എങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഓഫീസിൽ വരേണ്ടത്, എന്ത് വസ്ത്രമാണ്, എങ്ങനെ ധരിക്കണം, നിങ്ങളുടെ ഔട്ട്ഫിറ്റ് എങ്ങനെ ആയിരിക്കണം എന്നത് വരെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താണോ പറയുന്നത് അത് അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. കാരണം അതിൻ്റെ പുറകെ, ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന് പുറകെ, SOPക്ക് പുറകെ കുറേ ബ്രെയിനുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. CEO, MD, മാനേജിംഗ് ഡയറക്ടർ എന്നീ കുറേ ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നാം നീങ്ങുകയാണ്. ക്ഷേത്രങ്ങളിലും അതുപോലെയുണ്ട്. ആചാരങ്ങളെ SOP ആക്കിയിട്ട് ഒന്ന് ചിന്തിക്കുക. SOP ആണ് എന്ന് ചിന്തിക്കുക. നമ്മൾ ഏവർക്കും അത് ഫോളോ ചെയ്യുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിൽ ശുചിത്വം ഇല്ലെങ്കിൽ ശുദ്ധി എന്നുള്ളതുണ്ടാവും. പ്രാണവായു കൂടുതലാകും. അന്തരീക്ഷം എന്താ പറയുക, മലിനമല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി നാം ഇന്ന് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ മൊബൈൽ വെച്ചുകൊണ്ടിരിക്കും. നമ്മൾ ക്ഷേത്രങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് തന്നെ ഒരു 5 മിനിറ്റ്, കൂടി വന്നാൽ 10 മിനിറ്റ്. അതിനിടയ്ക്ക് ഒരു 3 ഫോൺ കോളാണ്. അവനവനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ഇന്ന് സമയമില്ല. മൊബൈലാണ് കാരണം, അല്ലെങ്കിൽ TV ആണ് കാരണം. ബസ് സ്റ്റാൻഡിൽ നിന്നാൽ തന്നെ അപ്പോൾ മൊബൈൽ എടുക്കും. നാം ആരാണ്, എവിടെ നിന്ന് വന്നു, എന്ത് ചെയ്യുന്നു, നമ്മുടെ കർമ്മം എന്താണ്, എന്തുകൊണ്ട് ഞാൻ ഈ ദുഃഖം അനുഭവിക്കുന്നു, എന്തുകൊണ്ട് പുണ്യപ്രവൃത്തി ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ സത്കർമ്മങ്ങൾ ചെയ്യുന്നു എന്നതുപോലും, എന്ത് ചെയ്യണമെന്നതുപോലും നാം ചിന്തിക്കുന്നില്ല. മുഴുവൻ സമയവും ഈ മൊബൈലിൻ്റെ കൂടെ. അങ്ങനെ ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റിവെച്ച്, മൊബൈൽ മാറ്റിവെച്ച് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറുവാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ അത് സൈലൻറ്റിലാക്കുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളെപ്പോലെ എല്ലാവരും, ഒരുപാട് പേർ ഇതുപോലെ ഈ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തോ സൈലൻറ്റിൽ വെച്ചോ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ കാര്യം, ക്ഷേത്രത്തിനകത്ത് നാം പ്രവേശിക്കുന്നു. ചില ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർക്ക് ഷർട്ട് ധരിക്കാം, ചില ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർക്ക് ഷർട്ട് ധരിക്കുവാൻ പാടില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാത് ക്ഷേത്രങ്ങളിൽ അതാത് ആചാരങ്ങളുണ്ട്. കാരണം കാലദേശത്തിനനുസരിച്ച് ആചാര്യന്മാർ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നാം അതിന് ഫോളോ ചെയ്യുന്നു. ഇനി ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഷർട്ട് ധരിക്കുവാൻ പാടില്ല എന്ന് കുറേ ക്ഷേത്രങ്ങളിൽ നിർബന്ധമുണ്ട്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരുക എന്നുള്ളത് എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ബലിക്കല്ലിന് വെളിയിൽ, കൊടിമരത്തിന് വെളിയിൽ നിന്നുകൊണ്ട് തന്നെ ഭഗവാനെ ദർശിക്കാമല്ലോ. നാം എന്തിനാണ് ഈ പകുതി ഷർട്ട് ശരീരത്തിൽ ധരിച്ചുകൊണ്ട് അകത്ത് പോവുകയാണ്? അതായത് ഷർട്ട് ഊരുകയും വേണം, പക്ഷേ എനിക്ക് ഊരാൻ പറ്റുകയുമില്ല, പക്ഷേ ദേവനെ കാണുകയും വേണം. ഒന്ന് ചിന്തിക്കുക. നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥി ചില മര്യാദകളൊക്കെ പാലിക്കുന്നുണ്ട്. വന്ന് തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് തോന്നുക? അതുപോലെ ഒരു ദേവനെ നാം കാണാൻ പോകുകയാണ്. ആ ക്ഷേത്രത്തിലേക്ക് നാം നമ്മുടെ സങ്കടങ്ങൾ പറയുന്നു, ചിലർ നാമജപം ജപിക്കുന്നു, നല്ല കാര്യത്തിനായിട്ട് പോവുകയാണ്. അവിടെ ഒരു ചിട്ട വെച്ചിട്ടുണ്ട്. അത് എന്നെക്കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് നാമം ജപിക്കുക. ഇതാണ് നല്ലത്. ഇനി ഷർട്ട് ഊരുകയാണ്, പൂർണ്ണമായിട്ടും ഊരി കയ്യിൽ വെക്കുക, ഇല്ലെങ്കിൽ അരയിൽ കെട്ടുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ടീഷർട്ട് ആയാലും ശരി, അത് പൂർണ്ണമായിട്ടും ഊരുക. അങ്ങനെ നമ്മളെ കണ്ട് മറ്റുള്ളവർ പുതിയ കാര്യങ്ങൾ പഠിക്കാതിരിക്കട്ടെ. കാരണം അച്ഛനെ കണ്ട് മകൻ പഠിക്കുകയാണ്, മകനെ കണ്ട് മറ്റുള്ളവൻ പഠിക്കുകയാണ്. അമ്മാവൻ ചെയ്തിരുന്നു, ഞാൻ ഇതുപോലെ ചെയ്യുകയാണെന്ന് പറഞ്ഞ് പകുതി ഷർട്ടും ധരിച്ച് ഇന്ന് ഒരുപാട് പേർ അകത്ത് പോകുന്നുണ്ട്. ഏവർക്കും ഇനി മുതൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അടുത്തതായിട്ടുള്ള കാര്യങ്ങൾ, പ്രദക്ഷിണത്തിലേക്കായിട്ട് കുറേ സംശയങ്ങളുണ്ട്. എത്ര പ്രദക്ഷിണം വെക്കണം എന്നുള്ളതാണ്. മതിയാവോളം പ്രദക്ഷിണം വെക്കുക എന്നുള്ളതാണ് ഏവരും ചിന്തിക്കുക. മതിയാവോളം പ്രദക്ഷിണം വെക്കുക. ഇനി നമുക്ക് സമയപരിധിയുണ്ട്. ഗണപതിക്കാണെങ്കിൽ 1 പ്രദക്ഷിണം വെക്കുക. പൊതുവേ എല്ലാ ദേവന്മാർക്കും 3 പ്രദക്ഷിണം വെക്കുക. വിഷ്ണുവിന് 4, ദുർഗയ്ക്ക് 4, ശിവന് 3 എന്നിങ്ങനെ കുറേ കണക്കുണ്ട്. അരയാൽ പ്രദക്ഷിണം വയ്ക്കുന്നു, 7ആണ്. നവഗ്രഹ ദേവതകൾക്ക് പ്രദക്ഷിണം വയ്ക്കുന്നു, 9 പ്രദക്ഷിണം വെക്കുന്നു എന്നിങ്ങനെ ഒരു വെച്ചിട്ടുള്ളത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഒരു പ്രദക്ഷിണം കൂടിപ്പോയാൽ ദോഷമില്ല. ഏവരും മനസ്സിലാക്കുക. സമയപരിധിക്കും ഒരു ഡിസിപ്ലിൻ വേ ഓഫ് ഒരു ലൈഫിനും വേണ്ടിയിട്ടാണ് ഈ കണക്കൊക്കെ ഉള്ളത്. ഒരു പ്രദക്ഷിണം കുറഞ്ഞു പോയി ദേവൻ ഒരിക്കലും നിങ്ങളെ ശപിക്കില്ല. ഒരു പ്രദക്ഷിണം കൂടിപ്പോയി ഒരിക്കലും ശപിക്കില്ല. മതിയാവോളം പ്രദക്ഷിണം വെക്കുക എന്നുള്ളത് തന്നെയാണ് അഭികാമ്യം. അത് തന്നെയാണ് ആചാര്യമതം. ഇത് കുറച്ചൊരു വലിയ ടോപ്പിക് ആയതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. നമസ്കാരം.